ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്താണെന്നറിയാമോ നമ്മളുണ്ടാക്കുന്നത്? ഇന്ന് കിളിമീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അയല കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാം. ഒത്തിരി നാളായി അയല കഴിച്ചിട്ട്. അയല വാങ്ങിച്ചുകൊണ്ട് വരാൻ എൻ്റെ ഏട്ടനോട് പറഞ്ഞ് ഞാൻ വിട്ടതാണ്. പക്ഷേ അയല എങ്ങും കിട്ടാനില്ല. അപ്പോൾ കിളിമീൻ വാങ്ങിച്ചു. നല്ല വലിയ കിളിമീൻ, 4 എണ്ണം 1 കിലോ, 440 രൂപ. കേട്ടോ, ഇത്രയും. ഇത് ഞാനിപ്പം നന്നായിട്ട് അവർ വെട്ടിത്തന്നു എന്ന് പറഞ്ഞാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ കളയത്തുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നമ്മളിവിടെ വന്ന് ചെതുമ്പൽ ഉൾപ്പെടെ നമ്മൾ വൃത്തിയാക്കണം. അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 4 കിളിമീനുണ്ട്. നമുക്ക് ഇന്ന് ഇതൊന്ന് കറി വെക്കാം. നമുക്കിനി ആദ്യം വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കാം. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കണം. ശകലം ഈ പൊടിയൊന്ന് കുഴയണം, അത്രയേ ഉള്ളൂ. നമുക്ക് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിടുന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഈ കഷ്ണം എല്ലാം എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇടണം. എന്നിട്ടിത് ഈ കഷ്ണം എല്ലാം കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അങ്ങ് വെക്കണം. അതിന് ശേഷം നമുക്ക് ചട്ടിയിലോട്ടൊക്കെ ആക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തീ വേണമെന്നില്ല, പൊടികളൊക്കെ ചൂടായല്ലോ. അതുകൊണ്ട് കണ്ടോ, കഷ്ണത്തിലോട്ടൊക്കെ പൊടി ഉപ്പും എല്ലാം നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് തേങ്ങയുടെ പരിപാടിയൊക്കെ നോക്കിയാൽ മതി. ഇതിന് നമുക്കൊരു ചട്ടിയിലോട്ട് മാറ്റണം. അപ്പം ഞാൻ തൽക്കാലം പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി പുരട്ടാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് തേങ്ങ തിരുമ്മി അരച്ചുകൊണ്ട് വരാം. തേങ്ങ തിരുമ്മിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, മൊത്തം അടലായിട്ട് വീഴുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കാം. അരിഞ്ഞരിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് അരഞ്ഞോളും. ഇച്ചിരി നന്നായിട്ട് തേങ്ങ അരയണം ഈ കറിക്ക്. തേങ്ങയ്ക്കകത്ത് ഒരു 3 ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ആ തേങ്ങയ്ക്കകത്തോട്ട് തന്നെ ഇടണം, അല്ലെങ്കിൽ അങ്ങ് വെളുത്ത പോലെ ഇരിക്കത്തില്ലേ. അപ്പം അതുകൊണ്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ശകലം ഉലുവാപ്പൊടിയും കൂടെ ഈ തേങ്ങയ്ക്കകത്തിട്ടങ്ങ് അരയ്ക്കുക. കണ്ടോ, ഇനി ഞാനിത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരട്ടെ. തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി പുളിയിടാം. നമ്മൾ ഈ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇടാം. മുള്ളൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം. കാരണം മിന്നുക്കുട്ടിക്ക് മുള്ളൊക്കെ പാടല്ലേ. അപ്പം ഞാനിങ്ങനെ അടത്തി കൊടുക്കും, എന്നാലും എനിക്ക് പേടിയാണ്. ചിക്കനൊക്കെ ആണെങ്കിലുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അടത്തി പിടിച്ച് കഴിച്ച് എല്ലൊക്കെ മാറ്റിയിടുകയൊക്കെ ചെയ്യും. പക്ഷേ മീനിൻ്റെ അല്ലെങ്കിൽ വലിയ മീനായിരിക്കണം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമല്ലോ. അവിടെ തൊണ്ടയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പാടല്ലേ. നമ്മൾ ഇതെല്ലാം നന്നായിട്ട് പുരട്ടി. ശരിക്കും ഈ മീനൊക്കെ ഒന്ന് വെന്താൽ മതി, അല്ല ഒന്ന് തിളച്ചാൽ മതി, അപ്പം തന്നെ വേവും. അത്രയ്ക്കുള്ളതേ ഉള്ളൂ. ഇനി ഞാൻ ഈ പാത്രം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി അതും കൂടെ ഒഴിക്കാം. ഇനി ആ മിക്സി അരച്ച് അതിൻ്റെ കഴുകിയെടുക്കുകയാണ്.
കണ്ടോ? ഇത് നമ്മൾ ഉപ്പ് ചേർത്താണ് കഷ്ണങ്ങൾ ഒക്കെ വെച്ചത്. ഉപ്പുണ്ടോ നോക്കണം. ഇത് നമുക്ക് ഇച്ചിരി കൂടെ ചുമന്നിരിക്കണമെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് ലാസ്റ്റ് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കുമല്ലോ നമ്മൾ, അന്നേരം ഒരു ശകലം മുളക് പൊടിയും കൂടെ ഞാൻ ഒന്ന് ചൂടാക്കി ഒഴിക്കും. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കളർ വലിയ ഇഷ്ടമാണ്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് തിളയ്ക്കണമല്ലോ. എന്നിട്ട് മീന് നല്ല തിള വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് ഇത്രയും മതിയേ. ഇത്തിരി അങ്ങോട്ടിട്ട് വേവിച്ച കഷ്ണം എല്ലാം അങ്ങ് ഇതായിപ്പോൾ. ഇനി ഞാനിത് ലാസ്റ്റ് ഒരു ശകലം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ശകലം മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് ഇതിലേക്ക് ചേർക്കും. അപ്പോൾ ഇതിനകത്ത് തിള ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇടണം. ഒരു ശകലം കുരുമുളക് പൊടി. ഈ തിള കൊണ്ടത് ചൂടായിക്കോളും. നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെക്കാം. കഴിക്കാറാവുമ്പോൾ നമുക്ക് വിളമ്പി കഴിക്കാം. ഇതാണ് കിളിമീൻ കറി. എല്ലാവരും എൻ്റെ ചാനൽ കാണണം കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കിളിമീൻ ഇങ്ങനെ വെച്ചാൽ. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ, ലൈക്ക് ചെയ്യണം. ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടണം. ഓക്കെ, താങ്ക് യു.